ബാലരാമപുരത്ത് 2 വയസ്സുകാരെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന സൂചനകൾ പുറത്തുവരികയാണ്. വീട്ടിൽ കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന്റെ സൂചന പോലീസിന് ലഭിച്ചിരിക്കുന്നു. നിലവിൽ അമ്മയും അച്ഛനെയും അമ്മാവനെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ആൾമറയുള്ള കിണറ്റിൽ നിന്നാണ് കാണാതായ 2 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഉള്ളതായി നാട്ടുകാരും പോലീസും സംശയിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥമായി അവരെ വാടക വീടാണ് അവർ താമസിക്കുന്നത്. ഇവർക്ക് സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധി ഒരുപാട് ഘട്ടത്തിൽ കൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. മധുകുമാർ. കുട്ടിയെ കാണാനില്ല എന്നുള്ളത് അറിയുന്നത് ഇവിടെ വീട്ടിലുള്ളവർ തന്നെയാണ്. ഇവിടെ പുറത്തെ ആൾക്കാരടുത്തൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും വന്ന് നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ല. അപ്പം പിന്നെ നാട്ടുകാർക്കും എല്ലാവർക്കും സംശയം ഉണ്ടായി. ഇവിടെ നിന്ന് വേറെ ആരും കുട്ടിയെ കൊണ്ടുപോകാനുള്ള യാതൊരു സാഹചര്യവുമില്ല. കാരണം പുറത്ത് CC ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് യാതൊന്നുമില്ല. പിന്നെ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അവരൊക്കെ നോക്കിയപ്പോൾ കുട്ടി കിണറിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത തോന്നി. എന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ നെറ്റിട്ടിരുന്നതാണ്. അതിൻ്റെ കുറച്ച് ഭാഗം മാറിയിരുന്നു. അപ്പോൾ അതിൻ്റെ DYSP അങ്ങനെ സംശയം തോന്നി. പുള്ളിയാണ് ഫയർഫോഴ്സിനെ അറിയിച്ച് ഫയർഫോഴ്സ് വന്ന് നോക്കിയപ്പോൾ കുട്ടിയകത്തുണ്ടായിരുന്നു. വീട്ടുകാരെല്ലാം പിന്നെ വേറെ ആരും ഇതിനകത്ത് വരുമില്ലല്ലോ. ഒരു കാരണവശാലും വരാനത് തമ്മിലെന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഒരു കുട്ടിയുടെ മാമൻ്റെ മുറി തീ കത്തി നശിച്ച രീതിയിലുണ്ട്. വെള്ളമൊഴിച്ച് അണച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് നടന്നത് ഈ സംഭവത്തിനൂടെ. അപ്പോൾ ഇവർ തമ്മിലെന്തോ വിഷയം. വാടക വീടാണ്. ആർക്ക്? കുട്ടിയുടെ അച്ഛൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തോ ജോലിക്ക് നിൽക്കുന്നതാണ്. അങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ അത് പരസ്യവയ്ക്കൽ ഭാഗത്താണ്. എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ അടുത്ത മുൻ പഞ്ചായത്ത് മെമ്പറാണ്. വളരെ കാര്യമാണ്. ദാരുണമായ വാർത്ത ഇന്ന് രാവിലെയാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ ഇപ്പോൾ എത്തിച്ചേരുമ്പോൾ സമീപ പ്രദേശത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ, ഇവിടുത്തെ പൊതുപ്രവർത്തകർ ഇന്നലെ എന്തോ അനിഷ്ട സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചില സിംറ്റംസ്, വീടിൻ്റെ ഒരു ഭാഗം കത്തിയിട്ടുണ്ട്, കട്ടിലുൾപ്പെടെയുള്ള ഭാഗങ്ങൾ കത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അറിയാൻ സാധിച്ചതാണ് ചില സാമ്പത്തിക ഇടപാടുകൾ അമ്മയ്ക്ക് ഉണ്ട് എന്നും പറയുന്നുണ്ട്. അതിനെ ചൊല്ലിയുള്ള ചെറിയ പിണക്കവും വഴക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതാണോ ഈ ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിൻ്റെ അന്വേഷണത്തിലൂടെയാണ് വ്യക്തമാവേണ്ടത്. എന്തായാലും 2 വയസ്സായ കുഞ്ഞിന് ഒരിക്കലും മറ്റു തരത്തിലുള്ളൊരു അപകടം സംഭവിക്കാനിടയില്ല. ഇതെന്തോ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസ് ഉൾപ്പെടെ പ്രാഥമികമായ അന്വേഷണത്തിൽ പറയുന്നത്. അത് കൂടുതൽ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അതേ സമയത്ത് നമ്മളൊരു നിഗമനത്തിലെത്തുന്നതും ശരിയല്ല. തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകാൽ കോണത്താണ് സംഭവം. കാണാതായ 2 വയസ്സുകാരി വീട്ടിന്റെ സമീപത്തെ കിണറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു എന്ന 2 വയസ്സുകാരിയെയാണ് കാണാതായത്. രാവിലെ മുതലാണ് കാണാതായത്. ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ല എന്നാണ് ആദ്യം നൽകിയ പരാതി. ബാലരാമപുരം പോലീസും ഫയർഫോഴ്സും സ്ഥലത്ത് പരിശോധന നടത്തി സമീപത്തെ കിണറ്റിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ കയറുകൾ കുരുക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. കുഞ്ഞിന്റെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കുഞ്ഞിന്റെ അച്ഛനമ്മമാർ പിരിഞ്ഞു താമസിക്കുകയായിരുന്നു എന്നും കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്ത് വീട്ടിലെത്തിയത് അമ്മ ശ്രീതുവിന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനായിരുന്നു എന്നാണ് വിവരങ്ങൾ. ശ്രീജിത്തിനെ സംശയം എന്ന ശ്രീതുവിന്റെ മാതാവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. നേരത്തെ പെൺകുട്ടിയുടെ അമ്മാവന്റെ മുറിയിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ മണ്ണെണ്ണ കണ്ടെത്തുകയും ചെയ്തതായി വിവരങ്ങളുണ്ട്. തന്റെ സഹോദരനൊപ്പമായിരുന്നു മകളെന്നും 5നും 5:30ക്കും ഇടയിൽ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു എന്നും കുഞ്ഞിന്റെ അമ്മ പോലീസിനെ അറിയിച്ചതായാണ് വിവരങ്ങൾ. കുടുംബത്തിന്റെ മൊഴികളിലും ആകെ വൈരുദ്ധ്യം എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കാണാതായത്. പിന്നീട് കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിനെ മരിച്ച നിലയിൽ കിണറ്റിൽ കണ്ടെത്തിയത്. ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവിനെയാണ് രാവിലെ മുതൽ കാണാതായത്. ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ല എന്നായിരുന്നു തുടക്കത്തിൽ രക്ഷിതാക്കൾ പറഞ്ഞത്. ഇനിയിപ്പോൾ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. അമ്മയുടെ സഹോദരൻ കിടന്ന മുറിയിൽ തീപിടിച്ചതായാണ് കുടുംബത്തിന്റെ വിശദീകരണം. തീ അണച്ചതിന് ശേഷം തിരികെ എത്തിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഉറങ്ങിക്കിടന്ന കുഞ്ഞ് എങ്ങനെ കിണറ്റിലെത്തി എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. എന്തൊക്കെയായാലും സ്വന്തം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ അച്ഛനമ്മമാർക്ക് യാതൊരു മടിയുമില്ല. തിരിച്ചും അതുപോലെ അച്ഛനമ്മമാരെ വെട്ടിക്കൊലപ്പെടുത്താൻ വളർന്ന മക്കൾക്കും മടിയില്ല എന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം അത്യന്തം ദുഃഖകരമെന്നും ഖേദകരമെന്നും മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. വളരെ പ്രബുദ്ധതയുള്ള ഒരു സമൂഹമെന്ന് നമ്മളെല്ലാവരും അവകാശപ്പെടുമ്പോഴും ഇത്തരം കാടൻ സ്വഭാവങ്ങൾ, മനുഷ്യനിലുണ്ടായിരുന്ന ഇത്തരം കാടൻ സ്വഭാവങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അല്ലെങ്കിൽ കൂടുതൽ കാടന്മാരാകുന്ന ഒരു പൈശാചിക രീതിയിലേക്ക് മനുഷ്യർ മാറുന്നു എന്ന് വേണം ചിന്തിക്കാൻ. എന്തായാലും
എന്തായാലും ഒരു 2 വയസ്സുകാരിയുടെ അതിക്രൂരമായ ഈ ഒരു മരണം വളരെ വേദന ഉളവാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.